ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് വീക്ക്ലി പറയാറുണ്ട്, മന്ത്ലി പറയാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലാണ് നമ്മൾ ഡെയിലി കറണ്ട് അഫയേഴ്സ് കിടക്കാറുള്ളത്. അപ്പോൾ 23 സെപ്റ്റംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലും, അതായത് സെപ്റ്റംബർ 1 തൊട്ട് 7 വരെയുള്ള കാര്യങ്ങൾ, 8 തൊട്ട് 14 വരെയുള്ള കാര്യങ്ങൾ, 15 തൊട്ട് 21 വരെയുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെപ്റ്റംബർ 22, 23, 24, 25 ഈ 4 ദിവസത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് സമയം ഒട്ടും കളയാനല്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഹൂ ബിക്കം ദ ഫസ്റ്റ് ഫുട്ബോളർ ടു സ്കോർ 900 ഗോൾസ്? അതായത് രാജ്യാന്തര അംഗീകൃത മത്സരങ്ങളിലാണ് 900 ഗോൾ തികയ്ക്കുന്ന ആദ്യ ഫുട്ബോളർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? റൈറ്റ് ആൻസർ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ക്രൊയേഷ്യക്കെതിരെ പോർച്ചുഗൽ 2-1 ജയിച്ച UEFA നേഷൻസ് ലീഗ് ഫുട്ബോൾ മത്സരത്തിലാണ് ക്രിസ്ത്യാനോയുടെ ചരിത്ര നേട്ടം. 1236 മത്സരങ്ങളിൽ നിന്നാണ് റൊണാൾഡോ 900 ഗോളുകൾ തികച്ചത്. ഓക്കെ, അപ്പോൾ രാജ്യാന്തര ഫുട്ബോളിലും ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ റെക്കോർഡ് ക്രിസ്ത്യാനോയുടെ പേരിലാണ്. 131 ഗോളുകളോടെയാണ് താരം ഒന്നാമതായത്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം: ഹു ഈസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ്? ഫ്രാൻസിലെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? മൈക്കിൾ ബാർണിയർ ഇസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ്. അദ്ദേഹത്തിന്, പ്രധാനമന്ത്രിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആധുനിക ഫ്രാൻസിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. 73 വയസ്സാണ് അദ്ദേഹത്തിന്. വേറൊരു ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്, സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നത്. എന്നിട്ട് ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയാണ് അവിടെ സ്ഥാനത്തെത്തിയിരിക്കുന്നത്. അതായത് സ്ഥാനം ഒഴിഞ്ഞ അത്താൽ എന്നുള്ള പ്രധാനമന്ത്രി 35 വയസ്സായിട്ടുള്ളൂ. ഏറ്റവും പ്രായം കുറഞ്ഞ ഫ്രഞ്ച് പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ചിരുന്നു. അപ്പൊ ഏറ്റവും പ്രായം കൂടിയ ഫ്രഞ്ച് പ്രധാനമന്ത്രി ആരാണ്? മിഷേൽ ബാർണിയാണ് അല്ലേ. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം: ഹു ഈസ് അപ്പോയിന്റഡ് ആസ് ദ മെയിൻ കോച്ച് ഓഫ് IPL ടീം രാജസ്ഥാൻ റോയൽസ്? ആരാണ്? രാഹുൽ ദ്രാവിഡാണ് അല്ലെ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം: ഹു ഈസ് ദ യങ് ഇന്ത്യൻ പ്ലെയർ ഹു ഹോൾഡ് ദ റെക്കോർഡ് ഫോർ മോർ സിക്സസ് ഇൻ 2020 ക്രിക്കറ്റ്? അതായത് ഒരു 2020 ക്രിക്കറ്റ് മത്സരത്തിൽ ഏറ്റവും അധികം 6 നേടുന്ന താരം എന്ന റെക്കോർഡ് ആരാണ് സ്വന്തമാക്കിയത്? ഇന്ത്യൻ യുവതാരം ആയുഷ് ബദോനിയാണ് സ്വന്തമാക്കിയത്. അടുത്ത ചോദ്യം, അഞ്ചാമത്തെ ചോദ്യം: ഹു ഈസ് ദ ന്യൂ പ്രസിഡന്റ് ഓഫ് OCA? അതായത് ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രൺധീർ സിംഗ് ആണ്. ആറാമത്തെ ചോദ്യം, റീസെന്റ് വേർ വാസ് ദ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് GFF 2024 ഹെൽഡ്? എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ഏഴാമത്തെ ചോദ്യം: ദുരന്ത് കപ്പ് റീസെന്റ് സീൻ ദ ന്യൂസ് ഇസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്പോർട്സ്? ഏത് സ്പോർട്സ് റിലേറ്റ് ചെയ്യപ്പെട്ടതാണ്? ഫുട്ബോൾ ആയിട്ടാണ് അല്ലെ. റൈറ്റ് ആൻസർ ഫുട്ബോൾ. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം: ഹു ടോപ്ഡ് ദ മെഡൽസ് ടേബിൾ അറ്റ് 2024 പാരാലിമ്പിക്സ്? ആരാണ് ടോപ്പറായിട്ട് വന്നിട്ടുള്ളത്? ചൈനയാണ് അല്ലെ. മെഡൽസിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ചൈനയ്ക്കാണ്. അടുത്ത ചോദ്യം, ഒൻപതാമത്തെ ചോദ്യം: ഹു ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ടു വിസിറ്റ് ബ്രൂണൈ ഓൺ ബൈലാറ്ററൽ വിസിറ്റ്? അതായത് ഉഭയകക്ഷി സന്ദർശനത്തിനായി ബ്രൂണൈയിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി അതാരാണ്? നരേന്ദ്രമോദിയാണ്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, പത്താമത്തെ ചോദ്യം: വിച്ച് കൺട്രി ഹാസ് സൈൻഡ് എ മെമ്മോറാൻഡം വിത്ത് ഇന്ത്യ ടു കോർപ്പറേറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ്? അതായത് ഇന്ത്യയുമായി സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് സഹകരിക്കാനുള്ള ധാരണാപത്രം ഒപ്പിട്ട രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം. ഏതാണ്? സിംഗപ്പൂരാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തത് ഡെയിലി കറണ്ട് അഫയേഴ്സ് ആണ്. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.